കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തുന്ന ഭക്തർ മാലോം ദേവസ്ഥാനത്തെത്തിയാൽ ഒറ്റപ്പിലാൻ അവരോട് പറയും, നിങ്ങളുടെ വിഷമങ്ങൾ ഇവിടെ പറഞ്ഞോളൂ, ഞങ്ങൾ മലദൈവങ്ങളോട് പ്രാർത്ഥിക്കാം എന്ന്. പ്രാർത്ഥനകൾക്കൊപ്പം ഭക്തർ കൂടി ചേരുമ്പോഴാണ് ഒറ്റപ്പിലാൻ എന്ന സ്ഥാനികൻ പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ബ്രാഹ്മണ ആചാരങ്ങൾക്കൊപ്പം ഗോത്ര ചടങ്ങുകൾ കൂടി നടക്കുന്ന ഒരിടമാണ് ഇത്. കൊട്ടേരിക്കാവ്, മാലോം ദേവസ്ഥാനം എന്നിവിടങ്ങളിലെ തന്ത്രിയും കാർമ്മികനും ഒറ്റപ്പിലാനാണ്. ഒറ്റപ്പിലാന്റെ പൂർവികനായ കുറിച്ചനാണ് കൊട്ടിയൂരിലെ സ്വയംഭൂ വിഗ്രഹം കണ്ടെത്തിയതെന്നാണ് വിശ്വാസം. പിന്നെ ഈ കാട് വനച്ചെന്ന് ഇതുവരെ ശിവനെ ഇതായിട്ട് ഈ കല്ലിന് കല്ലിന് വരച്ചപ്പം രക്തം വന്നു, തിരിച്ചു കാണിച്ചപ്പോൾ പാല് വന്നു. അപ്പം കാടിന് ഇട്ട് ഓടി വന്ന് നമ്മുടെ കാരണന്മാർ ഇവിടെയായിരുന്നു, പലവച്ചിൻ്റെ ഈ സൈഡിലായിരുന്നു താമസിക്കുന്നത്. അപ്പം കാരണന്മാരോട് വന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് ഈ സംഗതി ഉള്ളതെന്ന് കാടൻ പറഞ്ഞു. എന്നിട്ട് കാരണോട് പറഞ്ഞു, നീ എടുത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് എടുക്കില്ല, അകലെന്ന് കാണിച്ചു വരുമെന്ന് പറഞ്ഞു. അങ്ങനെ കാടൻ അകലിൽ നിന്ന് കാണിച്ചു തന്നു. ഇപ്പോൾ നമ്മുടെ കാരണവർ ചെന്നിട്ട് നോക്കുമ്പോൾ രക്തം ഒഴുകുന്നു, പാലൊഴുകുന്നു. കല്ല് വേഗം എടുത്ത് തോളയിൽ വെച്ചിട്ട് ഇവിടുന്ന് എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ പൂജ നടത്തുന്ന അവിടെ വരുമ്പം ഇപ്പം ഈ പൂജ അവിടെ നടത്തുന്നില്ല, മൺസറ അവിടെ വരുമ്പോൾ കല്ലുകൂരി അവിടെ വീണപ്പോൾ പറഞ്ഞ് ഇതുപോലെ വെള്ളം കൊണ്ട് കാട്ടലയിൽ വെള്ളം കൊണ്ടുവന്ന് 1001 പ്രാവശ്യം ഒഴിക്കണം എന്ന് പറഞ്ഞു. അപ്പം പുഴയിൽ നിന്ന് വെള്ളം മുക്കി കാട്ടലയിൽ കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചിട്ട് 1000 പ്രാവശ്യം ഒഴിച്ച് പറഞ്ഞ് നിർത്തും. ഇവിടെ യാഗം നടന്ന സ്ഥലമാണ്. അതിൽ വായുവിൽ അവിടുന്ന് കല്ല് ഇന്ന് വായുവിൽ പറയാണ്, വെള്ളം കൊണ്ട് 1001 പ്രാവശ്യം ഒഴിക്കാൻ പറഞ്ഞപ്പം 1000 പ്രാവശ്യം ഒഴിച്ച് പറഞ്ഞ് നിർത്തും. ഇവിടെ യാഗം നടന്ന സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് ഒരാൾ കൊണ്ട് ഇതാവില്ല, നമുക്ക് വേറെ ആളെ കൂട്ടാം എന്നുള്ള ആ കല്ല് പിന്നെ അവിടെ നിന്ന് വീണപ്പോൾ എടുക്കാൻ പറ്റില്ല. പറ്റാത്തതിൻ്റെ പേരിലാണ് അന്നത്തെ ഉള്ള രാജാവോട് ചെന്ന് പറഞ്ഞ് ആ കല്ല് നമുക്ക് കൊണ്ടുപോയേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആനേനെ കൂട്ടി വന്നപ്പോൾ കൊമ്പനാന വന്ന് പിടിച്ചപ്പോൾ അരിമണിക്ക് പോലും നീങ്ങിയില്ല. അങ്ങനെയാണ് അവിടെ പൂജകർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ വെച്ചിട്ടാണ് ഒരു ആനയും കാട്ടിയും എല്ലാം മൃഗങ്ങളുള്ള സ്ഥലമാണ്. അങ്ങനെയാണ് രാജാവ് ഇതുപോലെ നടത്തി വരുമ്പോഴാണ് പാറപ്പുറ മൈതാജിതായിട്ട് ഭയങ്കര തർക്കം വന്നു. എൻ്റെ ദേവി, അങ്ങനെയാണ് തടപ്പള്ളിയിൽ നിന്ന് പേര് വന്നത്. ആ തർക്കം വന്നപ്പം നോക്കുമ്പം അവർക്ക് ഇത് കെട്ടാതെ എൻ്റെ ശേഷമാണ് നോക്കുമ്പോൾ ഒരുപാട് കേസൊക്കെ നടത്തിയിട്ടും അവർക്ക് കിട്ടാതെ വന്നപ്പോഴാണ് ഇവിടെ അശുദ്ധിക്കേടാക്കുമ്പോഴാണ് മന്നഞ്ചേരി മല പൊട്ടി വന്നിട്ട് വലിയ മലയാണ് പൊട്ടി വന്നിട്ട് ഫുള്ളായിട്ട് വന്ന് ഇത് അപ്പാടെ നിന്നുപോയി. ഇതേപോലെ നിന്നുപോയി. അങ്ങനെ വന്നപ്പോൾ പാറപ്പുറം മൊയ്താജിയും വന്ന് തപ്പി നോക്കി, അന്നത്തെ രാജാവും തപ്പി നോക്കി, ഒരു അഡ്രസ്സും ഇല്ല. ഇതുപോലെ ഒരേ നിറപ്പ് വന്നപ്പം രണ്ടുപേരും കൂടി തപ്പിയിട്ട് ഇത് എവിടെ ഏതാണെന്നൊന്നും അറിയാതെ കൊണ്ടാണ് നമ്മൾ കാരണന്മാരെത്തി വന്ന് പറഞ്ഞ് മന്നഞ്ചേരി വെച്ചിട്ട് ഒരു തറയുണ്ട്, നല്ല വെച്ചിട്ട് തറ. അവിടെ വെച്ചിട്ടാണ് നല്ല മയക്കൂട്ടിൽ ആണ് അവരും തേങ്ങക്കൊത്തും അമ്പും വില്ലും ഇതൊക്കെ എടുത്തിട്ട് മൊഴി ചൊല്ലിപ്പാണ് മലദൈവങ്ങൾ ഉറഞ്ഞു വന്നിട്ടാണ് ഒരു കയ്യിൽ അമ്പും വില്ലും ഒരു കയ്യിൽ അന്നത്തെ രാജാവിൻ്റെ കൈയും പിടിച്ചിട്ട് ഇളന്നക്കടുത്ത് കൂടെ വട്ടം മുറിച്ച് വന്നിട്ട് അന്നത്തെ ഈ തമ്പുരാൻ വെള്ളത്തിന് മേലെ പൊങ്ങായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വട്ടം മുറിച്ച് വന്നിട്ടാണ് കത്തമ്പന് വരച്ച് കാണിച്ചു കൊടുത്തത് ഇവിടെ ആ സാനികൾ. അങ്ങനെയാണ് ഇവിടെ മണ്ണെടുത്ത് നീക്കി കൊണ്ടാണ് ഇപ്പോഴും അവിടെ കുഴിവരവേണ്ട കാരണം. ഉത്സവകാലങ്ങളിലൊഴികെ 11 മാസവും അക്കരെ കൊട്ടിയൂരിന്റെ ചുമതലക്കാരനും കാവൽക്കാരനും പരിപാലകനുമെല്ലാം ഒറ്റപ്പിലാനാണ്. വൈശാഖ മഹോത്സവം ആരംഭിക്കും മുമ്പ് ഒറ്റപ്പിലാന് ദക്ഷിണ വെച്ച് മണിത്തറ ഏറ്റുവാങ്ങിയാണ് വൈശാഖ മഹോത്സവം ആരംഭിക്കുന്നത്. നീരെഴുന്നള്ളത്തിന് മുമ്പ് ക്ഷേത്രസങ്കേതം കാണിച്ചു കൊടുക്കാൻ മുമ്പേ നടക്കുന്നതും അവകാശവും ഇദ്ദേഹത്തിനാണ്. അക്കരെ കൊട്ടിയൂരിൽ ആദ്യം പ്രവേശിക്കുന്നതും ഒറ്റപ്പിലാനാണ്. നീരെഴുന്നള്ളത്തിനും പ്രക്കൂഴത്തിനും ഒറ്റപ്പിലാന്റെ നേതൃത്വത്തിൽ സമുദായ സ്ഥാനികർ തണ്ണീർ കുടിച്ചടങ്ങ് നടത്തും. അക്കരെ ക്ഷേത്രത്തിന് സമീപത്തെ മാലോം ദേവസ്ഥാനത്തിന് സമീപമാണ് ഒറ്റപ്പിലാന്റെ കയ്യാല. നീരെഴുന്നള്ളത്തിന് ശേഷം അക്കരെ ക്ഷേത്ര തിരുവഞ്ചിറയിലേക്ക് ബാവലിയിൽ നിന്നും വെള്ളം തിരിച്ചുവിടുന്നതും അക്കരെ കൊട്ടിയൂരിൽ അവകാശികൾക്ക് താമസിക്കാൻ പർണശാലകൾ കെട്ടിമേയുന്നതും തൃത്തറയിൽ അഭിഷേകത്തിന് മുന്നോടിയായി മുള കൊണ്ടുള്ള പാത്തി വയ്ക്കുന്നതും ഒറ്റപ്പിലാനാണ്. ഉത്സവം കഴിഞ്ഞു മടങ്ങുന്ന ആചാര്യന്മാർ ഒരു ചെമ്പ് നിവേദനം വേവിച്ചു വെച്ചിരിക്കും. അവിടെ ഒറ്റപ്പിലാന്റെ നേതൃത്വത്തിൽ കർമ്മങ്ങൾ നടക്കും. പിന്നീട് ക്ഷേത്രഭൂമി ഒറ്റപ്പിലാന്റെ അധീനതയിലായിരിക്കും. ഹൈവിഷൻ ന്യൂസ്, കൊട്ടിയൂർ.